അതല്ലാത്ത വിശ്രമ പ്രവർത്തനങ്ങളിലേക്ക്, വ്യഥാവ്യായാമങ്ങളിലേക്ക്, ഭൗതിക ജീവിതത്തിന്റെ മോഹങ്ങളിലേക്കാണ് നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വം വലിച്ചെറിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നതെങ്കിൽ ഫഖദ് ഹലക്, അവൻ നശിച്ചിരിക്കുന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന് ആത്മാർത്ഥമായ അന്തസ്സോടെ തലയുയർത്തിപ്പിടിക്കാൻ നട്ടുള്ള ഒരു പ്രസ്ഥാനം നമ്മൾ മാത്രമാണെന്ന് ഈ സമ്മേളനം തെളിയിച്ചിരിക്കുന്നു. ഏതാനും ഒരു വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നഗരി സാക്ഷ്യം വഹിച്ച സാൽവേഷൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ എക്സിബിഷൻ നടത്തിയപ്പോൾ നാനാജാതി മതസ്ഥരായ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ലക്ഷക്കണക്കിന് ആളുകൾ കുടുംബസമേതം ആ പ്രദർശന നഗരിയിലെത്തി സന്തോഷത്തോടുകൂടി, നിർവൃതിയോടുകൂടി, ചാരിതാർത്ഥ്യത്തോട് കടന്നു പോയപ്പോൾ അതിൻ്റെ 10 ഇരട്ടി അമുസ്ലിം സാന്നിധ്യമാണ് നമ്മുടെ സമ്മേളനത്തിൽ ഉണ്ടായത്. നാനാജാതി മതസ്ഥർ ആഴ്ചകളായി ഈ സമ്മേളന നഗരിയിൽ വിപുലമായ ഒരുക്കങ്ങൾ കാണാൻ, ഇവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ, കൗതുകത്തോടെ സന്ദർശിക്കാൻ വേണ്ടി ഒഴുകുകയായിരുന്നു. ചങ്ങരംകുളത്തെ 100 ഏക്കറോളം വരുന്ന ചിയാനൂർ പാടത്തെ സലഫി നഗറിലേക്കെന്നുള്ളത് മാധ്യമങ്ങൾ മുഴുവൻ അച്ചുതർത്തിയ ഒരു വസ്തുതയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനുള്ളത്, നമ്മളിതാ ഈ വിശ്രമത്തിന് ഒരു വിശ്രമവേളയിലേക്ക്, ഒരിടവേളയിലേക്ക് കാലുകുത്തുന്നതിന് പകരം അതിനേക്കാൾ വലിയൊരു ഭാരം കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളിലേക്ക്, മലയാളികളായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം ഇതാ എത്തിക്കുവാൻ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന തിരിച്ചറിവിലൂടെ ശക്തമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഒരു മഹാവിസ്ഫോടനത്തിന്റെ പ്രഖ്യാപനമാണ് ഏതാനും നിമിഷങ്ങൾക്കകം സമ്മേളനത്തിന്റെ സ്വാഗത സംഘ ചെയർമാൻ ബഹുമാന്യനായ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തറുടെ പ്രഭാഷണത്തിലൂടെ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ആ വലിയ സാൽവേഷൻ എന്ന് പറയുന്ന അത്രയും വലിയ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആ മാതൃകയില്ലാത്ത പ്രവർത്തനത്തിലേക്ക്, ആ ഒരു വലിയ സന്ദേശ വ്യാപനത്തിന്റെ പ്രബോധന പ്രചാരണ പരിപാടികളിലേക്ക് കയ്യും മെയ്യും മറന്ന് സാമ്പത്തികമായി, ശാരീരികമായി സഹായിച്ച് മുഴുവൻ ആളുകളുടെയും പങ്കും പങ്കാളിത്തവും ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത്